പവർ കിട്ടണില്ല, അതാണ് ഇതിൻ്റെ പ്രോബ്ലം. അതുകൊണ്ട് നമുക്കിത് ഇവർക്ക് റീപ്ലേസ്മെൻറ്റിന് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഹെഡ്സെറ്റ് ഒരു പ്രോബ്ലം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കിട്ടിയ ബോക്സിൽ കുറച്ച് പേപ്പറും കാര്യങ്ങളും അതിൻ്റെ ഉണ്ട്. പക്ഷേ ബില്ല് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബില്ലിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ ജെമിനിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മളെ ഫ്ലിപ്കാർട്ടിൽ തന്നെ നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റിൻ്റെ മേലെ നമ്മളെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതിൻ്റെ മേലെ തന്നെ ആയിട്ട് അതിൽ ബില്ലുണ്ടാവും. അപ്പോൾ അത് ഞാൻ PDF ആയി ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ മഞ്ചേരിയുള്ള കൊറിയർ സർവീസ് ചെയ്ത ആൾക്കാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ബില്ലും ഡീറ്റെയിൽസും ഒക്കെ കൂടിയിട്ട് വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ PDF എടുത്ത് ഡൗൺലോഡ് ചെയ്ത ബില്ല് മൊത്തമായിട്ട് ഒരു 4-5 പേജ് ഉണ്ട്. അത് മൊത്തമായിട്ട് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. അപ്പോൾ അത് ആ ബോക്സിൻ്റെ ഒപ്പം വെച്ച് സ്പീക്കറും ഹെഡ്സെറ്റും കൂടിയിട്ട് അതിൽ വെച്ച് ബില്ലും ബോക്സിൽ വെച്ച് അതിന് ശേഷം പാക്ക് ചെയ്തിട്ട് നമ്മൾ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒട്ടിച്ചിട്ട് നാളെ കൊറിയർ ചെയ്യണം. അതിനുശേഷം അടുത്ത വീഡിയോ എന്താ റീപ്ലേസ്മെൻറ്റ് കിട്ടിയോ അതോ റിപ്പയർ ചെയ്ത് തരികയാണോ ചെയ്തതെന്നറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആ 2ാം ഭാഗത്തിൽ പറയാം. അതൊരു 2 ദിവസത്തിനുള്ളിൽ അയക്കാം. ഞാനിത് കൊറിയർ ചെയ്യാൻ ബോക്സ് ചെയ്യട്ടെ. അപ്പോൾ ബോക്സിൽ ഇതിൻ്റെ ഒപ്പം കിട്ടിയ ചാർജർ, വാറണ്ടി കാർഡ്, പിന്നെ അതിൻ്റെ ബുക്കും ഡീറ്റെയിൽസും, പിന്നെ ഹെഡ്സെറ്റും വെക്കുകയാണ് പാക്ക് ചെയ്യുക. അപ്പോൾ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഞാനത് കൊറിയർ ചെയ്യും. അതിന് ശേഷം റീപ്ലേസ്മെൻ്റ് ആണോ എന്താ കിട്ടിയതെന്ന് ഉള്ള അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അതൊരു ഗുഡ് ബൈ. അടുത്ത വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്നാലേ അടുത്ത ഡീറ്റെയിൽസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, ബൈ.